എന്തായാലും ഇയാൾക്കെതിരെ നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊന്നും സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലല്ല. എന്തായാലും ഇയാൾ ഇപ്പോൾ ഒളിവിടത്തിലാണ്. ഒരു പോക്സോ കേസും ഇയാളുടെ പേരിലുണ്ട്. വാർത്ത രീതിയോട് നമുക്ക് വിയോജിച്ച് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളോ ഒരു തീവ്രവാദിയോ എന്തൊക്കെയാണ് ജനം TV അടക്കം പല ചാനലുകളും ഇയാളെക്കുറിച്ച് വാർത്തക്കാർ സുടുവാണ്. ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ പിന്നെ അവൻ സുടുവാകും. എന്താ കാതറെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ച് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വാർത്താ ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വാർത്തയാണ്. ഖാദർ കരിപ്പൊടി ഒളിവിലാണ്. മൂപ്പരേതോ വധശ്രമത്തിനാണ്, ആളെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. മൂപ്പരങ്ങനെ ആളെ കൊല്ലാൻ നോക്കും. ഞാൻ മാതൃഭൂമിയിൽ വന്ന് വാർത്ത ഒന്ന് കേട്ടോക്ക്. സോഷ്യൽ മീഡിയയിലെ ചില നന്മ മരങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരത്തിൽ ഒരാളെ പരിചയപ്പെടുത്തി തരാം. സമൂഹ മാധ്യമങ്ങൾ നിറയെ സാമൂഹ്യ പ്രതിബദ്ധത മാത്രമുള്ള കണ്ടന്റുകളാണ്. പാവപ്പെട്ടവരെ സഹായിക്കും, സമൂഹത്തിന്റെ ഉന്നമനം മാത്രം ലക്ഷ്യമിടും. ചില കീടങ്ങൾ പല സ്ഥലങ്ങളിലും തിരികെ കയറുന്നത് പോലെ പലയിടത്തും ഇന്റർവ്യൂകളായും പ്രതിഷേധങ്ങളും ഒക്കെയായി കയറും. എന്തായാലും ഇയാൾക്കെതിരെ നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊന്നും സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലല്ല. എന്തായാലും ഇയാൾ ഇപ്പോൾ ഒളിവിടത്തിലാണ്. ഒരു പോക്സോ കേസും ഇയാളുടെ പേരിലുണ്ട്. പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. പിന്നെന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? ഈ കമന്റ് ബോക്സിൽ കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും മെൻഷൻ ചെയ്യുക. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. അപ്പോൾ ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ പോക്സോ കേസടക്കം 11 കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് മാതൃഭൂമിയിൽ വന്ന ഈ വാർത്ത. രേഖയിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. എല്ലാ ചാനലിലും ഈ വാർത്ത ഉണ്ട്. ഇവരൊന്നും ഇൻഫ്ലുവൻസർമാരല്ല, ഇവരൊക്കെ സംഘടിതമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്നവരാണ്. മറ്റുള്ളവരൊക്കെ അപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ ഈ വാചാലാവണ ഈ ഒരു ഖാദർ കരിപ്പൊടി സ്വന്തം കാര്യം വന്നപ്പോൾ മുങ്ങി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർക്കൊരു ഗൾഫിലൊരു ബിസിനസ് ഉണ്ട്. ഖാദർ കരിപ്പൊടിക്ക് കിട്ടാനുള്ള കാശാണ്. ആ കാശ് തിരികെ ചോദിച്ചതിന് ചൊല്ലിയിട്ട് പ്രശ്നങ്ങളായി. ആ പ്രശ്നങ്ങൾ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തി. ഇതാണ് വിഷയം. നമ്മുടെ ചാനലുകളിലൊക്കെ ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ വലിയ എന്തോ ഒരു ഭീകര വാർത്ത എന്ന പോലെയാണ് അത് വന്നിട്ടുള്ളത്. ഖാദർ കരിപ്പൊടി പാള് ഒളിവിലാണ്, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കായിരിക്കും. ഖാദർ കരിപ്പൊടി ഒളിവിലിരുന്നു കൊണ്ടൊരു വാർത്ത ചെയ്തിരുന്നു. ഒളിവിലിരുന്നിട്ട് തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി എന്താണ് സംഭവിച്ചത് അതൊന്ന് കേട്ടോക്കാം. എന്താ കാതറെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ച് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്കെതിരെ ഒരു FIR വന്നു. ആ FIRനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വാർത്ത കൊടുത്തോ? ഒരു തെറ്റുമില്ല, നിങ്ങൾ കൊടുത്തോ. എനിക്ക് വാർത്തയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ രാജ്യം കടന്നു, ഞാൻ സംസ്ഥാനം കടന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കഴിഞ്ഞ ജനുവരി 27-ന് ജില്ല കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനർ ഇല്ലാതെ 2-3 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 5 ദിവസം കൊണ്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട്. ആ വാർത്ത എന്നെ കുറിച്ച് ഇപ്പോ നെഗറ്റീവായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു എത്ര മാധ്യമങ്ങൾ ചെയ്തു. ഹൈപ്പ് കൊടുത്ത് ചെയ്ത ഒരു വാർത്ത നിങ്ങൾ കാണിച്ച, നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ വാർത്ത കവർ ചെയ്യാൻ വന്നിട്ട്, അതായത് ഞങ്ങളുടെ പ്രതിഷേധ മാർച്ച് കവർ ചെയ്തിട്ട് അത് പൂഴ്ത്തി വെച്ചവരല്ലേ നിങ്ങൾ? അത് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി പരാതിക്കാരന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്വർഗം, ഹക്ക്, സത്യസന്ധതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം പരാതിക്കാര. എടാ, നീ ആ കമ്പനിയിൽ നിന്ന്, അതായത് എൻ്റെ കമ്പനിയിൽ നിന്ന്, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലുള്ള, ഞാനടക്കം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോയി 1 വർഷം കഴിഞ്ഞിരിക്കുക. അവനോട് അത് ചോദിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതൊക്കെ. നോ റിപ്ലേസ്. എന്നിട്ട് അവസാനം ഇത് ചോദിച്ച എന്റെ കർണാടകക്കാരനായിട്ടുള്ള ഗാളിമുഖ സ്വദേശിയായിട്ടുള്ള എന്റെ പാർട്ട്ണറായ ഈ ഷഹാക്കിനെ അവന്റെ നാടിനെ വെച്ച്, അവന്റെ നാട്, നീ ഗാളിമുഖക്കാരനല്ലടാ, നീ എന്ത് ചെയ്യും
എന്നാണ് ഇവൻ ചോദിച്ചത്. എന്താടാ കാളിമുഖക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു നാടിനെ നിസ്സാരവൽക്കരിക്കരുതടാ. നീ അവിടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവന് ഈ വിഷയമൊക്കെ ആയതിനു ശേഷം അയച്ചൊരു വോയിസ് ഉണ്ട്. നിങ്ങൾ ഇത് കേൾക്കണം. ദുബൈയിലൊക്കെ കച്ചവടം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കേൾക്കണം. ഈ വിഷയം ആയതിനു ശേഷം ഇവൻ എന്റെ പാർട്ട്ണറിന് അയച്ചൊരു വോയിസാ. കേട്ടേക്ക്. പക്ഷെ നിന്റെ ഓഫീസിൽ നീ കയറാക്കിക്കോ. ഞാൻ വിളിക്കുന്നത് മേജർ നാസറിനെ സ്റ്റേറ്റിന്റെ ഓഫീസിൽ പാർക്കൊക്കെ കയറും. അതെ, വല്ല ശ്രദ്ധിച്ചോ, സ്റ്റാഫിനെല്ലാം പറഞ്ഞയച്ചു കേട്ടോ. അതായത് ഇവന് CID അയക്കൂന്ന്. കടൻ കിട്ടാത്തപ്പോ ചോദിച്ചപ്പോ നിന്റെ CID അയച്ചിട്ട് നിന്റെ സ്ഥാപനം പൂട്ടുന്നാ പറഞ്ഞത്. ദുബൈയിലുള്ള ആൾക്കാരൊക്കെ ഇവനെ ശ്രദ്ധിച്ചു വെച്ചോട്ടാ. ഇനി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചായ കുടിക്കുന്ന CCTV ഒക്കെയുള്ള എൻ്റെ ജന്മനാടായിട്ടുള്ള എൻ്റെ അണങ്കൂരിലേക്ക് ആ CCTVന്റെ അണ്ടറിലേക്ക് പ്ലാൻ ചെയ്തിട്ട് ഇവനെ തല്ല ഞങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ബൈ. അപ്പോൾ ഇതാണ് ഖാദർ കരിപ്പൊടി ഒളിവിൽ ഇരുന്നു കൊണ്ട് ചെയ്തൊരു വീഡിയോ. ആള് പോലീസ് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ മംഗലാപുരം എയർപോർട്ടിൽ നിന്നോ അങ്ങനെ എന്താണ് ഇതിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സംഗതി ഇത്രേ ഉള്ളൂ. കടം കൊടുക്കാനുള്ളത് തിരിച്ചു ചോദിച്ചു. അത് വഴക്കായപ്പോൾ കല്ലൊക്കെ എടുത്ത് അടിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, ഖാദർ കരിപ്പൊടിയെ നമ്മൾ അറിഞ്ഞിടത്തോളം ഞാൻ ഖാദർ കരിപ്പൊടിയെ കാണുന്നത് റിഫ മഹനു ഇഷ്യൂ വരുമ്പോഴാണ്. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഉണ്ട് എന്ന് കാണുന്നത്. വളരെ നന്നായിട്ട് ആ വാർത്ത ചെയ്തിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് വാർത്ത ചെയ്യുന്ന രീതിയോട് എനിക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടൊന്നും ഖാദർ കരിപ്പൊടി എനിക്ക് തോന്നിയിട്ടില്ല. പലതിലും ഇടപെട്ട ഒരാളാണ്. ഒന്ന് കാസർഗോഡുള്ള ഒരു ടോൾ ബൂത്ത് വിഷയം നന്നായിട്ട് ഇടപെട്ടു. ഇപ്പോൾ ഈ പറഞ്ഞൊരു മെഡിക്കലുകളുടെ വിഷയം, ഇതൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാർത്ത ചെയ്യുന്ന രീതിയോട് നമുക്ക് വിയോജിച്ച് വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളോ ഒരു തീവ്രവാദിയോ എന്തൊക്കെയാണ് ജനം TV അടക്കം പല ചാനലുകളും ഇയാളെക്കുറിച്ച് വാർത്തക്കാർ സുടുവാണ്. ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ പിന്നെ അവൻ സുടുവാവും. ഇതൊന്നും സംസാരിച്ചില്ലെങ്കിലും ഓൻ്റെ പേര് നോക്കിയിട്ട് ഓനാരാവും സുടുവാവും. അപ്പോൾ ഖാദർ കരിപ്പൊടിയുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. ഖാദർ കരിപ്പൊടി കിട്ടാനുള്ള കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കണ പോലെ ഒരു തല്ലും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. ഉണ്ടായതിനെ മാധ്യമങ്ങളുണ്ട്, നമ്മളുള്ള മാധ്യമങ്ങൾ വിശ്വസിക്കാൻ പറ്റൂല. അവർ ചില കാര്യങ്ങൾ ചെയ്യണോട് താല്പര്യം. ഇതേ ഖാദർ കരിപ്പൊടി റിപ്പോർട്ടർ ചാനലിലൊക്കെ പലപ്പോഴും ന്യൂസ് അവറിലൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ റിഫ മഹന്റെ വിഷയത്തിൽ പലതിലും ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരാളാണ്. അവർ നേരെ പ്ലേറ്റ് മാറ്റും. വീഡിയോ കാണുന്ന വിസാൽ മീഡിയ കാണുന്ന കുടുംബം, നിങ്ങളും ഒരു പക്ഷേ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാവാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ മോശം ക്യാരക്ടറായിട്ട് ഖാദർ കരിപ്പൊടിയെ തോന്നിയിട്ടുണ്ടോ? പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നന്നായിട്ട് പല വിഷയത്തിലും ആരും ഇടപെടാത്ത വിഷയത്തിലൊക്കെ ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് പല വിയോജിപ്പുകളുണ്ട്. നമുക്കൊരാളോട് വിയോജിപ്പുണ്ട് എന്ന് കരുതിയിട്ട് അയാളെ നമ്മൾ മോശക്കാരനാക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാർത്ത അവതരണ രീതിയോട് അല്ലെങ്കിൽ ചില ആളുകളെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഈ ജഡ്ജ്മെൻറ്റ് ചെയ്യും, അയാൾ കുറ്റക്കാരനാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണാം. അതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുള്ളൂ. എന്തായാലും ഇതിൽ ഖാദർ കരിപ്പൊടിക്ക് നീതി കിട്ടട്ടെ. കാരണം കിട്ടാനുള്ള കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തല്ലാണ്. പക്ഷേ ഈ തല്ലിടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണങ്ങളൊക്കെ പോകുമ്പോൾ ഒരാൾ കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും. അയാൾ കൊടുത്ത വകുപ്പനുസരിച്ച് പോലീസ് ചേർക്കുന്ന വകുപ്പനുസരിച്ച് വധശ്രമങ്ങളൊക്കെ ആവും. എന്തായാലും അദ്ദേഹത്തിന് രണ്ട് കൂട്ടർക്കും നീതി കിട്ടട്ടെ. നമ്മളൊരാളെ ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കണ്ടല്ലോ, രണ്ട് ഭാഗമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിച്ചാൽ ഓൻ കൊടുക്കും. 5-6 ലക്ഷമൊക്കെ പല കാരണങ്ങളാൽ കടം കൊടുത്തിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ ശത്രു ആവേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഖാദർ കരിപ്പൊടി ഒരു മോശക്കാരനോ കൊള്ളക്കാരനോ വർഗീയവാദിയോ തീവ്രവാദിയോ ഭീകരവാദിയോ ഒന്നുമല്ല. ഈ ചാനലുകൾക്ക് അവനെ കിട്ടിയ സമയത്ത് ഇപ്പോൾ മാതൃഭൂമിയിലൊക്കെയുള്ള ഇൻഫ്ലുവൻസർ അല്ല. ഓൻ്റെ ഇൻഫ്ലുവൻസിങ്ങിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാനലുകളിലെ വ്യക്തികൾ ഇടപെട്ടിട്ടുള്ള ഒരു ചാരിറ്റി കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഖാദർ കരിപ്പൊടി പല വിഷയത്തിലും പല ആളുകളെയും കുറച്ചെങ്കിലും സഹായിച്ചതായിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും മലയാളത്തിലെ പ്രമുഖ ചാനലുകളിലെ അവതാരകരേക്കാൾ മെച്ചമാണ് ഖാദർ കരിപ്പൊടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം ചെയ്യാം, താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ മരണപ്പെട്ടു പോലെ നമ്മുടെ നന്മയും തിന്മയും ഒക്കെ പരിശോധിക്കാൻ ഒരു തുലാസുണ്ട്, ഒരു മീസാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അങ്ങനെ മീസാനിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അമലുകളും ഒക്കെ ഇങ്ങനെ പരിശോധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടുന്നതുണ്ട്, ഭാരമില്ലാത്തതുണ്ട്. എന്നാൽ മീസാനിൽ ഏറ്റവും അധികം ഭാരം കൂടുന്ന അമലേത് എന്നാണ് എൻ്റെ ചോദ്യം. ഒരുപാട് അമലുകളുടെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്. ഞാൻ കുറച്ച് ക്ലൂ തരാം. ഒന്ന് നിസ്കാരം, മറ്റൊന്ന് ഹജ്ജ്, സൽസ്വഭാവം. ഇതിലേതാണ്
മീസാനിൽ ഏറ്റവും ഭാരം കൂടുന്ന സൽപ്രവർത്തി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് ഭാരം കൂടുക എന്ന്. ഇത് പറയുന്നു നിസ്കാരം, ഹജ്ജ്, സൽ സ്വഭാവം. ഇതിലേതാണെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.